കൊല്ലം തെന്മലയിലെ അഭയ കേന്ദ്രത്തിൽ 72കാരിയെയും 70കാരിയെയും ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. ഈ സംഭവത്തിൽ അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിക്രമത്തിനിരയായ വയോധികരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 72ഉം 70ഉം വയസ്സുള്ള വയോധികരായ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന വിവരം. ഞാൻ വന്നതിന്റെ അന്നേ 2 ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ദോശ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് തൊട്ടലും പിടിക്കലൊന്നും പറ്റത്തില്ല, എനിക്ക് അതിന് തരുമോന്ന് ചോദിച്ചു പുള്ളി. പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളി അവിടെ കിടക്കുന്ന ആ അമ്മ ചെവി വെക്കത്തില്ല ആ അമ്മയ്ക്ക് നൈറ്റ് ആ അമ്മേനെ എടുത്തോട്ട് പോയി അവിടെ ഇട്ട് നൈറ്റ് ഡ്രസ്സെല്ലാം ഊരി അതെന്തോ വെള്ളം എന്താണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്, മദ്യം എന്താണ്ട് ഒഴിച്ചു വായിക്കാത്ത ഒഴിച്ചൊക്കെ കൊടുക്കുന്നു അത് പറയുന്നു. അതിനെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു അവരെല്ലാവരും. തെന്മല പഞ്ചായത്തിലെ പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപനത്തിനെതിരെയാണ് പരാതി. ഇന്നു രാവിലെ അഭയകേന്ദ്രത്തിൽ നിന്നും പുറത്തെത്തിയ സ്ത്രീകൾ സമീപത്തെ വീടുകളിലെത്തി തങ്ങൾക്ക് നേരിട്ട അതിക്രമത്തെപ്പറ്റി തുറന്നു പറയുന്നതോടെയാണ് പുറം ലോകം വിവരമറിയുന്നത്. അതോടെ പ്രദേശത്തെ ജനപ്രതിനിധികളെ ആദ്യം വിവരമറിയിച്ചു. പിന്നാലെ തെന്മല പോലീസും സ്ഥലത്തെത്തി. അവരോട് കാര്യം തിരക്കിയപ്പോൾ അവരിതുപോലെ അവരെ ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. രാത്രി 2 മണി 3 മണിയൊക്കെ ആയി അവരെ എടുത്തുകൊണ്ട് പോയി വേറെ റൂമിലാക്കി അവർക്ക് വെള്ളം കൊടുക്കുന്നത് അവർ തട്ടിക്കളയുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അസ്ത്രീവാക്കൾ അവരോട് പറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പീഡനത്തിനിരയാക്കപ്പെട്ട വയോധികരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മദ്യപിച്ചെത്തുന്ന നടത്തിപ്പുകാരൻ നിരന്തരം തങ്ങളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയിരുന്നുവെന്നും ഇത് ഭയന്നാണ് ഇവിടെ നിന്നും ഇന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതെന്നും പീഡനത്തിനിരയാക്കപ്പെട്ട സ്ത്രീകളിൽ ഒരാൾ പറയുന്നു. പെരിക്കത്തിട്ട് ഇടിക്കുകയും അടിക്കുകയും ചെയ്ത് പെരയും പൊട്ടിയിട്ട് അതും ഈ തുണികൾ മൊത്തം ഊരിട്ട് അങ്ങേര് ഭാര്യ എന്തെല്ലാം ചെയ്യോ അതുപോലെ ചെയ്ത്. വലിയ കുന്നിൻ മുകളിലായി ഒരു വീട്ടിലാണ് ഈ അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള ശുചിത്വവും പാലിക്കാതെയാണ് അന്തേവാസികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ തന്നെ അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഏകദേശം 12ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ വന്ന് നമ്മൾ ഇതിനകത്ത് സ്ഥലത്ത് വന്ന് കാണാൻ സാധിച്ചപ്പോൾ വളരെ മലിനമായിട്ട് മലമൂത്ര വിസർജനം നടത്തിയ കട്ടിലിനകത്തായിട്ടാണ് ഇവരെ കിടക്കുന്നതായിട്ട് കണ്ടത്. കുളിപ്പേരെ കുളിക്കാൻ ഒക്കില്ല, അവരില്ലാതെ ഇട്ട് ഇത് വെക്കും. ഇത് വെച്ചിട്ട് അത് കണ്ടിട്ട് അവൻ്റെ ഫോട്ടോ പിടിച്ചിട്ട് അവനെ വേണ്ടാത്തൊക്കെ എന്നോട് പറയും എന്നെ വേണമെന്ന് പറഞ്ഞ് ഈ കഥ തുറക്കും, ഇവിടെ ഒന്ന് കുത്തിയിരിക്കും. അവസാനം ഈ കൊച്ചു 2 പിള്ളേർ ഈ പെണ്ണിനെ 3 ദിവസം കൊണ്ട് അതിനെ കൊണ്ടുപോകുന്നു, എന്നെ കിട്ടാത്തത്. ഒരു മുറിക്കുള്ളിൽ 7 പേരോളം താമസിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾക്കും നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്ഥാപനത്തിന്റെ ലൈസൻസും നടത്തിപ്പ് പ്രവർത്തനങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാനാണ് തെന്മല പോലീസിന്റെ തീരുമാനം. എന്നോട് പറഞ്ഞു 3 പ്രാവശ്യമായിട്ട് എന്റെ ഉടുപ്പും എല്ലാം വലിച്ചു കീറി എന്നെ കട്ടിലെ കൊണ്ടിട്ടിട്ട് ഓരോന്ന് പറയാം. അതിപ്പോൾ മറ്റേ ചേച്ചിയോട് അതിനോട് പറഞ്ഞെന്ന് ഇവളെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ മതി, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് അതിനടുത്തില്ല. അത് എന്നിട്ട് കരഞ്ഞു വെച്ചാൽ അത് വടിയും കൊണ്ട് നിൽക്കുക. ഒരു വടി അതിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്, അത് കാരണം അതിനെ തൊടത്തില്ല. അങ്ങനെ നിൽക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്ന് നിങ്ങൾ മരിക്കണ്ട, ഞാൻ പോരെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെ ഇരുത്തി. എന്നോട് പറഞ്ഞു ഞങ്ങളെ വിടല്ലേ, ഞങ്ങളെ ഇനി എങ്ങോട്ടും വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയാം. നമ്മൾ പിന്നെ അങ്ങനെ കണ്ണുനീര് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിമാരും എല്ലാവരും എനിക്കുണ്ടാവും. ഒപ്പം മറ്റാരെങ്കിലും സമാന രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.